വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് CAA അഥവാ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് അഥവാ പൗരത്വ ഭേദഗതി നിയമം, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും വിപിൻ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ടേക്കുക. നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ CAA കൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട്? ആരാണ് പേടിക്കേണ്ടത്? ഇന്ത്യയിലുള്ള ഓൾറെഡി ഉള്ള പൗരന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? ഇവരൊക്കെ പറയുന്ന അത്രയ്ക്കും പേടിക്കണോ? ഇവിടെയുള്ള ഒരു വിഭാഗത്തിനെ മാത്രം ഇല്ലാതാക്കാനാണോ? അതല്ല, എന്താണിത്? 1955 നമ്മുടെ പൗരത്വ ഭേദഗതി ആക്ട്, അത് 1955 പൗരത്വ ഭേദഗതി ബില്ല് ഭേദഗതി ചെയ്ത അതിനെയാണ് ഈ CAA എന്ന് പറയുന്നത്. അത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ അവിടങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ജീവിതം ദുസ്സഹമായി ഇന്ത്യയിലേക്ക് വന്ന അവർക്ക് പൗരത്വം നൽകുന്നതിന് അതിന് ഭേദഗതി ചെയ്ത ഒരു ബില്ലാണ് CAA. അല്ലാതെ ഇവിടെയുള്ള ഇന്ത്യക്കാരെ അല്ലെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ ഈ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതോ അതെ ഇന്ത്യയിൽ നിന്നും ഇല്ലാതാക്കുന്ന ഒരു ബില്ലല്ല CAA. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും പല ചാനലുകളും ഇതിനെതിരെ വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം. അപ്പൊക്കെ നമ്മളെ മനസ്സിൽ വേവലാതിയും അങ്കലാപ്പും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമുക്ക് പല മതത്തിൽപ്പെട്ട ആൾക്കാരും പല ജാതിയിൽപ്പെട്ട ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരുമായിട്ടാണ് നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഈ നിയമത്താലെ എന്തെങ്കിലും സംഭവിക്കുമോ? വളരെ പേടിപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് സാധാരണക്കാരൻ അറിയില്ല. അപ്പൊ അവരെ അങ്കലാപ്പിലാക്കുകയും അവരെ വല്ലാതെ ദുഷിച്ച വാക്കുകളാൽ അവരുടെ മനസ്സിലേക്ക് വിത്തുപാവുകയും ചെയ്യുന്ന ഒരു വിധത്തിലേക്കാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ള ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാരായ നമ്മളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് വെച്ചാല് BJP സർക്കാർ 2014 അധികാരത്തിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അവര് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ അവർ 2014 പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുടിയേറിയ ഹിന്ദുക്കൾക്ക് മാത്രം പൗരത്വം നൽകും, അവർക്ക് പൗരത്വം നൽകുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അതിൽ കുറച്ചും കൂടി മുന്നോട്ട് വെച്ചിട്ട് ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ, പാഴ്സി ഈ വിഭാഗക്കാർക്കൊക്കെ പൗരത്വം നൽകുമെന്നാണ്. അതിനുള്ള ഭേദഗതിയാണ്. പണ്ട് 1955 നിയമം അനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 വർഷം ഇന്ത്യയിൽ തുടർച്ചയായി നിൽക്കുന്ന ഒരാൾക്കാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം. അത്തരക്കാർക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകുന്നത്. പക്ഷെ ഈ ഒരു നിയമ ഭേദഗതി വെച്ചതിന് ശേഷം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് അപ്പൊ ഈ 11 വർഷം എന്നുള്ളത് 5 വർഷമായി ചുരുക്കുകയും 11 മാസം അടുപ്പിച്ച് ഇന്ത്യയിൽ താമസമാക്കിയ ആൾക്കാർക്കും ഈ പൗരത്വ
ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. അതെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അതാ അപേക്ഷിക്കാനുള്ള ആ ഭേദഗതിയാണ് ഈ CAA എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എതിർക്കാം. ഞാനും എതിർക്കുന്നുണ്ട്. എതിർക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്നതിനല്ല, അവർക്ക് തീർച്ചയായിട്ടും പൗരത്വം കൊടുക്കണം. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലായാലും ശരി, ബംഗ്ലാദേശിലായാലും ശരി, അഫ്ഗാനിസ്ഥാനിലായാലും ശരി, ന്യൂനപക്ഷ മതവിഭാഗക്കാര് മറ്റു മതസ്ഥര് പീഡനത്തിനിരയാവുകയും എന്താണെന്നുണ്ടെങ്കിൽ 10-15% മറ്റു മതസ്ഥരുള്ള ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അതേപോലെ തന്നെ അത്രത്തോളം തന്നെ വരുന്ന മതവിഭാഗക്കാരുള്ള ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാന് അത്രത്തോളം ഇല്ലെങ്കിലും ഇവിടെയൊക്കെ 15% എന്നുള്ളത് ഇപ്പൊ 5% പോലും പാകിസ്ഥാനില്ല. അതേ സ്ഥിതി തന്നെയാണ് ബംഗ്ലാദേശിനും. എന്താ പറഞ്ഞാൽ അത്രയും ക്രൂരതയാണ് അവരവിടെ അനുഭവിക്കുന്നത്. അപ്പൊ അവര് മതം മാറുകയും മതം മാറാൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയിലേക്ക് മാറുകയാണ്. അപ്പൊ അതിൽ നിന്നും അവർ ഭയത്താലെ ഇന്ത്യയിലേക്ക് കുടിയേറുകയും അവർക്ക് ഈ ഇന്ത്യയിൽ അഭയം കൊടുക്കുന്ന ആ ഒരു ഭേദഗതി ബില്ലാണ് ഈ CAA. അപ്പൊ അവർക്ക് ഇവിടുത്തെ ഇന്ത്യയിലുള്ള എല്ലാവിധ നമുക്ക് കിട്ടുന്ന അതേമാതിരിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയും മുന്നോട്ട് ഇവിടെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഈ ബില്ല് നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷെ നമുക്കൊരു എതിർപ്പുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണ്. അപ്പോൾ ഒരു വിഭാഗത്തിനെ മാത്രം ഒഴിവാക്കിയിട്ട് ഇത്രയും മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത് വ്യക്തമാക്കിയിട്ട് ഓരോ പാർട്ടിക്കാരും ആരാണോ ഇതിനെതിരെ സംസാരിക്കുന്നത് മാധ്യമങ്ങളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ നമ്മളെ ഇടയിൽ ഇവിടെ ഇന്ത്യയിൽ ഓൾറെഡി ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു വിഭാഗീയത കൊണ്ടുവരികയും നമ്മളിലൊക്കെ അതൊരു ഭയം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണതയ്ക്കെതിരെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോ അടുത്തുള്ള സ്നേഹിതന് കുറച്ചാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനിവിടെ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റൂലേ, അല്ലെങ്കിൽ അവനെ ജയിലിൽ അടയ്ക്കുമോ, ഈ ഒരു തരത്തിലേക്കായിരുന്നു ഞാനൊക്കെ ആദ്യം ചിന്തിച്ചിരുന്നത്. അപ്പൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ ജയിലിൽ അടയ്ക്കുമെങ്കിൽ ആദ്യം മുന്നിൽ നമ്മളുണ്ടാവും. നമ്മളെ അടച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലൂടെ ചവിട്ടിയിട്ട് അവനെന്താക്കൂ, ജയിലിൽ അടയ്ക്കാൻ നമ്മൾ സമ്മതിക്കുള്ളൂ. അത്തരത്തിലാണ് നമ്മളൊക്കെ സംസാരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ എന്താണ് ആ ഒരു തരത്തിലായിരുന്നത് മീഡിയകളായാലും ശരി, മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ശരി, എല്ലാവരും ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ MP മാരായാലും MLA മാരായാലും ഇത് ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയിട്ടാണ് എന്താക്കുക, പാർലമെന്റിലും ഇരു സഭകളിലും പാസ്സാക്കിയിട്ടാണ് ഒരു നിയമം പാസ്സാവുകയുള്ളൂ. അപ്പൊ ഈ ഇരു സഭയിൽ ഇരുന്ന ആൾക്കാർക്കും ഇരു സഭയിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ ഇത് സംസാരിക്കുന്നത്, അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അവർക്ക് പൂർണ്ണമായിട്ടും ധാരണ ഉണ്ട്. പക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇത്തരം വൃത്തികേടുകൾ കളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. സംഭവം സത്യമാണ്. ഇതൊരൊറ്റ വിഭാഗത്തിനെ ഒഴിവാക്കിയിട്ട് മറ്റെല്ലാ വിഭാഗത്തിനും കൊടുക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് എതിർക്കാം. അതിലും കുറെ സാങ്കേതികത ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യത്ത് പോകുന്നവരാണ് ഇവരൊക്കെ ഏത് തരത്തിലാണ് അവരുടെ ചിന്താഗതി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്യോന്യം ഇപ്പോഴുള്ള സാഹചര്യത്തിനെക്കാട്ടിലും വഷളാവുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ആ ഒരു സാഹചര്യം ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു വിഭാഗത്തിനെ മാത്രം ഒഴിവാക്കിയത്. ഇവിടെയുള്ള എല്ലാ മുസ്ലിം മതവിഭാഗക്കാരും വിചാരിക്കുന്ന രീതിയിലോ ചിന്താശേഷിയോ അല്ല അവർക്കുള്ളത്. അവരെ രീതിയും മറ്റുള്ള കാര്യങ്ങളും തന്നെ മാറ്റുന്നുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഞാൻ മസ്കറ്റിൽ താമസിച്ച സമയത്ത് ഞാൻ അവിടുത്തെ ഫോർമാനായിട്ടാണ് ഞാനാണ് അവിടെ പണിയെടുപ്പിക്കേണ്ടത്. അവരെ സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്ത സമയത്ത്
ഒരു പാകിസ്ഥാനി എത്തുകയും ആ പാകിസ്ഥാനി എന്റെ റൂമിലാണ് അവർ താമസിക്കുക. പക്ഷെ 1-2 ദിവസം താമസിക്കേണ്ടി വരും. എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് റൂം റെഡി ആവുന്നവര്. അപ്പൊ എന്റെ റൂമിൽ താമസിക്കില്ല എന്നും ഒരു ഇന്ത്യക്കാരനായ ഒരു ഹിന്ദു വ്യക്തിന്റെ കൂടെ താമസിക്കില്ല എന്നും എന്റെ ഞാൻ കൊടുക്കുന്ന വെള്ളം കഴിക്കില്ല എന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അവരെ അവിടെ നിന്ന് ഒഴിവാക്കിട്ടോ. എല്ലാവരും അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്. ഈ GCC കൺട്രിയിലുള്ള ആൾക്കാർക്ക് പോലും അങ്ങനത്തെ ആ ഒരു ചിന്താഗതി ഇല്ല. പക്ഷെ ഈ പാകിസ്ഥാനിലായാലും ശരി, ബംഗ്ലാദേശിലായാലും ശരി, അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല. അവരായിട്ടുള്ള ബന്ധം നമ്മളെ അവരായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇല്ല, അവരായിട്ടുള്ള എന്താണെന്നറിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ കുറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോ അത്തരത്തിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ആഹ്ലാദിക്കുന്നുണ്ട്. ഈ ഒരു നിയമം വന്നതിൽ ഒരുപാട് ആൾക്കാർ ആഹ്ലാദിക്കുകയും അവർക്ക് അവരുടെ നല്ല രീതിയിൽ ജീവിക്കാനും അവരുടെ സ്വത്ത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും സംരക്ഷണം നൽകാനും അവരുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സർക്കാർ തലത്തിലും എല്ലാ കാര്യങ്ങളും ഗുണം കിട്ടാനും ഒക്കെ ഉതകുന്ന ഒരു നല്ലൊരു നിയമവും ഭേദഗതിയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കോ ഇന്ത്യൻ പൗരന്മാർക്കോ യാതൊരാൾക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഈ ഒരു നിയമത്തിനെതിരെ എന്തിനാണ് ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എതിർക്കപ്പെടേണ്ടത് ഈ ഒരു കാര്യമാണ്. അത് നമ്മളോട് വിശദമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയിൽ തന്നെയുള്ള ഈ ഒരു ആശങ്ക ഉണ്ടാവില്ലായിരുന്നു. അപ്പോ അതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നമ്മളെ നമ്മളിൽ ജാതീയത വളർത്തുകയും മതാന്ധത വളർത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അല്ലാണ്ട് നമ്മളിടയിൽ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിനിടയിലോ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിലോ നമ്മളെ അയൽപ്പക്കത്തിന്റെ ഇടയിലോ ഒന്നും യാതൊരുവിധ ജാതീയതയോ അല്ലെങ്കിൽ വർണ്ണ യാതൊരു ചിന്താഗതിയും ഇല്ല. പക്ഷെ ഈ രാഷ്ട്രീയക്കാരാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ട് ജാതീയതയും മറ്റുള്ള മതാന്ധതയും പറഞ്ഞിട്ട് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെ അല്ലേ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക, കമന്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങൾ ഇതിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിടയിലൊക്കെ ഒരുപാട് ആശങ്കയും വിഷമവും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇത്. എന്താണ് ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടത്തുകയും ഇപ്പോഴും അതിന്റെ ഒരു അലയടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് CAA കുറിച്ച് മനസ്സിലായത്, എന്താണിത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണത്, അത് മാനിക്കും. അപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇതിൽ കൂടെ പറഞ്ഞ് തരണം. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പ്രയാണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. അപ്പൊ CAA കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. CAA കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ കണ്ട ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.